വിദേശ പഠനം ആഗ്രഹിച്ച് അല്ലെങ്കിൽ വിദേശ പഠനത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് മെയിനായിട്ട് 2 കാറ്റഗറി ആൾക്കാരാണ്. ഒന്ന് വിദ്യാർത്ഥികൾ, 2 അവരുടെ പേരൻസ്. വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ മിക്കവാറും കുട്ടികൾ പറയുന്ന ഒരു ഉത്തരമാണ്, എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും പോയി പഠിക്കണം. അതുപോലെ തന്നെ ഇതേ ചോദ്യം പേരൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, എൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ വിടണം. പക്ഷേ എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഈ വിദേശ പഠനം എന്ന് പറയുന്നത് ഇത്ര ലാഘവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമല്ല. ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്, ഏത് രാജ്യത്താണ് പഠിക്കാൻ പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഒരു കോഴ്സ് പഠിച്ചിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് മറ്റൊരു കോഴ്സിലേക്ക് മാറുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഒരുപക്ഷേ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ തന്നു എന്ന് വരാം. പക്ഷേ നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ആ എടുക്കുന്ന കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനശേഷം അവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളാണ്, ജോലി സാധ്യതകളാണ്. പക്ഷേ ഈ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകളും ജോലി സാധ്യതകളും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് പാസ്സാവണം. അപ്പോൾ പാസ്സാവാൻ സാധ്യതയില്ലാത്ത ഒരു കോഴ്സ് എടുത്ത് ഈ രാജ്യങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെടുന്നേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏജൻസി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ കോഴ്സ് പഠിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം അവിടെ ജോലി കിട്ടുമോ കിട്ടുകയില്ലയോ എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർ പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ പഠിച്ചതിന് ശേഷം അവിടെ നിൽക്കാൻ പറ്റാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിതിന് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഈ തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തതിന് ശേഷം അവരെ കൊണ്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് പറയാറുള്ളത്. അപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പേരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവരോട് പറയും, ഞങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഈ രാജ്യങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സിന് പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരെ അപ്രോച്ച് ചെയ്യുക, അവരോട് ചോദിച്ചു നോക്കുക ഈ കോഴ്സുകളുടെ സ്കോപ്പ് എന്താണെന്നുള്ളത്. അങ്ങനെ അവരോടും കൂടെ ചോദിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു കോഴ്സിലേക്ക് മാറാവുന്നതാണ്. ആ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ ആ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ നിങ്ങളുടേതായ റിസർച്ചും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ട് ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികൾക്ക്, അത് ഞാനിപ്പോൾ ഈ പറയുന്നത് പേരൻസിനോടാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ടാവും, നിങ്ങൾക്ക് അവരെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാനായിട്ടുള്ള താല്പര്യവും ഉണ്ടാവും. പക്ഷേ ചില രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ പ്ലാനിങ് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഓസ്ട്രേലിയയിൽ വിട്ട് പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി ഒരു 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്കിൽ ഇപ്പോൾ മുതൽ അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ വരുമാനത്തെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇവരുടെ ITR ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ വരുമാനം ഒരു പെർട്ടിക്കുലർ ലെവലിൻ്റെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻസ് തരുള്ളൂ. അപ്പം ഒരു ദിവസം നമ്മൾ തീരുമാനിക്കുകയാണ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊപ്പം നമ്മുടെ വരുമാനവും അതുപോലെ തന്നെ ITRൻ്റെ ഫയലിംഗ് എല്ലാം നടന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത് വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിന്ന് തന്നെ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് ഇല്ലാതെ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് UK പോലെയുള്ള രാജ്യങ്ങൾ. UK പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ അവർ ചോദിക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പീരീഡിൽ ബാങ്കിലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ലോൺ സാങ്ഷനായി കിട്ടുന്നുവെങ്കിൽ നമുക്കത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വിദേശ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ പഠനം എന്നുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പാടുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റിന് പാസ്സാകാനായിട്ട് കപ്പാസിറ്റി ഉണ്ടോ, അതും വളരെ കാര്യമായ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികൾ വന്നിട്ട് പറയും എനിക്ക് ആ കോഴ്സ് വേണം, ഈ കോഴ്സ് വേണം എന്ന് പറയും. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ കോഴ്സ് പാസ്സാവാനായിട്ടുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് പാസ്സായില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിച്ചു പോകുന്ന സ്റ്റേ ബാക്ക് കിട്ടില്ല. ഒരു കോഴ്സ് എടുത്തതിന് ശേഷം അത് പാസ്സായെങ്കിൽ മാത്രമേ ഈ സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പാസ്സാകാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ പൈസ നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കത് പഠിച്ച് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സ്വയം ഒരു ബോധ്യം വന്നെങ്കിൽ മാത്രമേ ആ കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷനും പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുട്ടികളെ ഒരു കോഴ്സിലേക്ക് ലീഡ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ആവശ്യമുള്ള കോഴ്സുകളും ആവശ്യമുള്ള യൂണിവേഴ്സിറ്റികൾ അവർ നമ്മളോട് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നീട്ടുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സ് വേണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ വേണം എന്ന് കുട്ടികളോട് നമ്മളോട് പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതിനനുസരിച്ചിട്ട് അവർ നമ്മൾക്ക് തരുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആ കോഴ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് സെല്ല് ചെയ്യാനുള്ള കോഴ്സുകൾ സ്റ്റുഡൻസിന് സെല്ല് ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വഴി പോകുന്ന കുട്ടികൾ മിക്കവാറും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വഴി പോകുന്ന കുട്ടികൾക്ക് മിക്കവാറും എല്ലായിടത്തും സെറ്റിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികളിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു കൺസൾട്ടൻസി ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന്. പക്ഷേ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനായിട്ടല്ല ഞാനിത് പറയുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ പഠിച്ചാൽ പോരെ എന്ന്. വിദേശത്ത് പോയി പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് വിദേശ പഠനത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഒന്നാമത്, നിങ്ങളൊരു വിദേശ പഠനത്തിനായിട്ട് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾവേസ്, അതായത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എപ്പോഴും പേരൻസിൻ്റെ ഒരു പ്രൊട്ടക്ഷനിൽ, അതിൻ്റെ തണലിൽ വളരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അതേസമയം നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ റിസോഴ്സസുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ചലഞ്ചുകളെ എല്ലാം ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു പവർ അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യും. ഇനി രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വിദേശ സർവകലാശാലകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സർവകലാശാല അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു സർവകലാശാലയിൽ മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള കുട്ടികളെ ആയിരിക്കും. അതേസമയം നിങ്ങളൊരു വിദേശ സർവകലാശാലയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികളായിരിക്കും. പ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള നാഷണാലിറ്റീസിനെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പഠനശേഷം അവിടെ സെറ്റിൽ ചെയ്യാനാണ്. അല്ലെങ്കിൽ പഠനശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവിടെ നെറ്റ്വർക്കിങ്ങിന് വളരെ വലിയ ഒരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു വിദേശ സർവകലാശാലയിൽ പഠിച്ചു പോയ ഒരു സ്റ്റുഡൻറ്റ് തിരിച്ച് നാട്ടിൽ വന്നിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സുഹൃത്തുക്കളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ശൃംഖല വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കൊണ്ട് മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോയി എന്ന് വരാം. അതേസമയം വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ള ഭാഷകളുമായിട്ടുള്ള ഒരു എക്സ്പോഷർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ പഠിക്കുന്നതും വിദേശത്ത് പോയി പഠിക്കുന്നതുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള പല സർവകലാശാലകളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഈ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ജോലികളുടെ എണ്ണം വളരെ കുറവാണ്. അഥവാ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ തന്നെ വളരെ വളരെ ഫാസ്റ്റായിട്ട് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും, ഒബ്സലീറ്റ് ആയിട്ട് മാറും. അതേസമയം വിദേശ സർവകലാശാലകൾ എപ്പോഴും നോക്കുന്നത് അവരുടെ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ്. അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ഫ്യൂച്ചർ റെഡി ആയിട്ടാണ് പുറത്ത് ജോബ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജോബ് സെക്യൂരിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അതേസമയം ഇന്ത്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ ജോബ് ഒബ്സലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം ആ ഒരു ഫീൽഡിൽ വളരെയധികം പ്രാവീണ്യമുള്ളവരായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന സർവകലാശാലകളിൽ അതിനോടനുബന്ധിച്ചിട്ട് ധാരാളം റിസർച്ച് പ്രോജക്റ്റുകൾ, ഫണ്ടഡ് റിസർച്ച് പ്രോജക്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രമാത്രം പ്രഗത്ഭരായിട്ടുള്ളവരായിരിക്കും. അവരുടെ കീഴിൽ പഠിക്കാനും അതുപോലെ തന്നെ പ്രാവീണ്യം നേടാനായിട്ടുള്ള ഒരു സാധ്യത ഈ സ്റ്റുഡൻസിന് തെളിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത നിലവാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധിക നിലവാരത്തെയും വളരെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ അയക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഉള്ളത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു അഫോർഡബിൾ ആണെങ്കിൽ, ആ ഒരു കാര്യം വരുമ്പോഴും നമുക്കതിനകത്ത് ധാരാളം സാധ്യതകളുണ്ട്. മിക്കവാറും ബാങ്കുകൾ ഇന്ന് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ ലോണിൽ തന്നെ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടതും കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടാത്തതുമായിട്ടുള്ള ലോണുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് വിദേശ വിദ്യാഭ്യാസം നേടാവുന്നതാണ്. വിദേശ വിദ്യാഭ്യാസം നേടാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ നല്ല നല്ല ജോലികൾ കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ഫോറിൻ റെമിറ്റൻസ് നമ്മുടെ രാജ്യത്തിന് വരികയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ വിദേശ വിദ്യാഭ്യാസം നടത്തി നേടിയെടുക്കുന്ന ഒരു ഡിഗ്രിക്ക് ഗ്ലോബലി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡിഗ്രിക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അക്സെപ്റ്റൻസ് ആണ് ഒരു ഗ്ലോബൽ ഡിഗ്രിയുള്ള ഒരു സ്റ്റുഡൻസിന് കിട്ടുന്നത് ജോബ് മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നാനാവിധമായിട്ടുള്ള സാധ്യതകളെ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനും ഉപയോഗപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് വിദേശ വിദ്യാഭ്യാസം. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം മാത്രമാണ്. ഇത്രയൊക്കെ സാധ്യതയുള്ള ഈ വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ ഒരു പ്രോസസ്സിലാണ് നിങ്ങളെ ഹാൻഡ് ഹെൽഡ് ചെയ്യാനായിട്ട് ലൈഫ് അബ്രോഡ് എന്ന പേരുള്ള ഈ കൺസൾട്ടൻസി നിലനിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ എൻറോൾമെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നത്, ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അത് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത്, നിങ്ങളുടെ പേരൻസിനോട് ഡിസ്കസ് ചെയ്ത് മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ലെവലിലും ഓരോ സ്റ്റേജിലും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഏത് സമയത്തും ഞങ്ങളുടെ ഒരു ഹെൽപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും.